ഹലോ, ഗുഡ് ഈവനിങ്. ഇതെൻ്റെ ഈ ഒറിജിനൽ ഓഡിയോ അല്ല കേട്ടോ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയോ കുറേ ശബ്ദങ്ങളുള്ളതുകൊണ്ട് ഞാനിത് വോയിസ് ഓവർ ചെയ്തതാണ്. ജോലി കഴിഞ്ഞിട്ട് എത്തിയിട്ടേ ഉള്ളൂ. ഇന്ന് എനിക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് കേട്ടോ. പാർട്ടി ഒന്നല്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഉണ്ട്. കേക്ക് ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്തു. കേക്ക് ബോക്സിൽ നിന്ന് വേറൊരു ഗിഫ്റ്റും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഗിഫ്റ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ആമസോണിൽ നിന്ന് ആക്ച്വലി നെക്സ്റ്റ് ഡേ ഡെലിവറി ഒക്കെ കൊടുത്താണ് ഞാൻ ഓർഡർ ചെയ്തത് സാധനം. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് ഇതിങ്ങനെ ഡെലിവറി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു മെസ്സേജ് കിട്ടി. ഇതാണ് ആ മെസ്സേജ്. അപ്പോൾ എന്തായാലും ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായി. പക്ഷേ കേക്ക് ബോക്സിൽ നിന്ന് നല്ലൊരു കേക്ക് വാങ്ങിച്ചു കേട്ടോ. പുറത്ത് നല്ല സ്നോഫോൾ ആയിരുന്നു കേട്ടോ. ഒരു തരം നമ്മുടെ മുഖത്ത് വന്നിട്ട് ഇങ്ങനെ ഐസ് കട്ട വീഴുന്നത് പോലെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ വേണമായിരുന്നു ഇവർക്ക് ജനിക്കാൻ പ്രാഗിയിട്ടാണ് കേട്ടോ ഞാൻ പോയത്. എനിക്കിങ്ങനെ ഉണ്ടല്ലോ, ബർത്ത്ഡേക്ക് ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക, സർപ്രൈസ് കൊടുക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടില്ലേ, ഇത്രയും സ്നോയാണ്, നടക്കാൻ പോലും പറ്റണുണ്ടായിരുന്നില്ല. കഷ്ടപ്പെട്ട് ഞാൻ അവിടെ പോയത്. സ്നോ ആദ്യമൊക്കെ ഭയങ്കര അത്ഭുതവും ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നെങ്കിലും ഇപ്പോൾ സ്നോ എന്ന് പറയുമ്പം ഭ്രാന്ത് കയറും കേട്ടോ മനസ്സിൽ. കാരണം അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ദിവസം ജോലിക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് ആലോചിക്കുക ചെയ്യുക. എനിക്കാണെങ്കിൽ എല്ലാ സ്നോ കഴിഞ്ഞാലും ഒരു വീഴ്ച മസ്റ്റാ. എന്തായാലും എന്താ ബർത്ത്ഡേ ഗേളിനെ വിളിച്ചുണർത്തിയിട്ടുണ്ട്. അവൾ നല്ല ഉറക്കത്തിലായിരുന്നു. അവൾ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം എൻ്റെ അടുത്ത് പറയണ്ടായി, നിങ്ങൾക്ക് കുറച്ച് മുമ്പേ പറയായിരുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് റെഡി ആയിട്ട് നിൽക്കില്ലായിരുന്നു എന്ന്. അപ്പോൾ അതിനെന്തായാലും സോറി, നമുക്ക് അടുത്ത ബർത്ത്ഡേക്ക് അങ്ങനെ ആക്കാം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് നടക്കണ്ടേ എന്നുള്ളൊരു വിഷമേ ഉള്ളൂ. അപ്പോൾ ഗുഡ് നൈറ്റ്.